ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സൗദിയിൽ നിന്ന് നിയമം ലംഘിക്കുന്നതായി കണ്ടെത്തി പിടിച്ച് അവരെ നാട്ടിലേക്ക് അയക്കുന്നവരുടെ പാസ്പോർട്ടിൽ സീൽ ചെയ്യുന്നത് മറ്റൊരു വിദേശ ഗൾഫ് നാടുകളിലും ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത തലത്തിലുള്ള പരാമർശങ്ങളടക്കം അതിലുണ്ടാകുന്നു. അതായത് അവർക്ക് പിന്നീട് ഒരു പ്രവാസ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യാൻ പോലും കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട് എന്ന്. ഇതിലൊന്നും കുറച്ചുകൂടി വ്യക്തത വരാനുണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളെങ്കിലും ഒഴിവാക്കുന്നതിനുള്ള ഒരു നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഔദ്യോഗിക തലത്തിൽ നടന്ന യാതൊരു വിവരവുമില്ല. അത് ശരിയാണ്. ഈ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ഈ നിയമമാസത്തിൽ വന്ന 2011 ശേഷം പല പ്രാവശ്യം ഇതിപ്പോ പെട്ടെന്ന് എൻഫോഴ്സ് ചെയ്യും എന്നുള്ളത് വന്നു. ഇപ്പൊ ഈ അടുത്ത മാർച്ച് 21 ഇതിന്റെ കാലാവധി കഴിഞ്ഞത്. അതിനുശേഷം തന്നെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും ഇതേ രീതിയിലുള്ള ആശങ്കകൾ സൗദി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടായിരിക്കണം ഇപ്പൊ ഈ ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ആയിട്ട് അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ കുറച്ചൊരയവ് വരുത്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ചെക്കിംഗ് അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വേറെ ധാരാളം ചെക്കിംഗ് അവിടെ സാധാരണ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. ഒന്ന് സ്പോൺസർ കീഴിൽ തന്നെ ജോലി ചെയ്യണം. രണ്ടാമത് നമ്മുടെ ഈ പ്രൊഫഷൻ എന്താണ് നമ്മുടെ പ്രൊഫഷൻ, പാസ്പോർട്ടിൽ എന്താണ് എൻഡോസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വിസയിൽ എന്താണ് എൻഡോസ് ചെയ്തിട്ടുള്ളത് അതേ ജോലി തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതേ രീതിയിലുള്ള ഇതായിട്ടാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കുറെ മുമ്പ് തന്നെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിലെ പല രാജ്യങ്ങളിലും ഇതേ രീതിയിലുള്ള പല നിയമങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇത് നടപ്പിലാക്കുന്ന ഒരു ഇത് കാണുന്നില്ല. കാരണം വിദേശ പ്രവാസികളെ ഇല്ലാതെ അവർക്ക് ഒരിക്കലും അവിടെ അറബൈസേഷൻ കൊണ്ട് മാത്രം ആ രാജ്യത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ സമയം വരുന്ന സമയത്ത് സർക്കാരുകൾ അത് മയപ്പെടുത്തുകയാണ് പതിവ്. ശ്രീ മഞ്ഞളാംകുടി അലി, താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യവും. ഈ പ്രശ്നത്തിന്റെ തോത് മനസ്സിലാക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചില്ലേ? അതായത് ഏതെങ്കിലും പെട്ടിക്കടയിൽ ജോലി നിൽക്കുക, അതല്ലെങ്കിൽ കഷ്ടപ്പെട്ടുള്ള ജോലികൾ, ഇതൊന്നും അറബ് നാട്ടുകാർ സ്വന്തം നിലക്ക് ചെയ്യില്ല. അവർക്ക് ഇന്ത്യക്കാരെയും മലയാളികളെയും തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഈ നിയമങ്ങളൊന്നും കർശനമായി നടപ്പാക്കില്ല എന്നൊരു ബോധ്യം അത് ഇന്ത്യ ഗവൺമെന്റിനെ മെല്ലപ്പോക്കിലേക്ക് നയിച്ചിട്ടുണ്ടോ? മറുവശത്ത് നമുക്കറിയാം സൗദി അറേബ്യയിലടക്കം ആഭ്യന്തര തലത്തിൽ അവർക്ക് എതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, സ്വദേശിവൽക്കരണത്തിലേക്ക് അവരെ നയിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ. 3, UAE-യിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നു, അവർക്ക് യാത്രാ സൗകര്യങ്ങൾ കൊടുത്ത് നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. 2 വിദേശ പൗരന്മാർ അവർ നാവികരായിക്കൊള്ളട്ടെ, പക്ഷെ ഇവിടെ ഒരു നിയമലംഘനം നടത്തിയപ്പോൾ ഒരു രാജ്യം അവർക്ക് വേണ്ടി എങ്ങനെ നിലകൊണ്ടു എന്ന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം മുമ്പിൽ നിന്നിട്ടും ലക്ഷക്കണക്കിന് പ്രവാസികൾ, അതും അസംഘടിതരായവർ, നിർധനരായവർ ഈ നിയമ സർക്കാരുകൾക്ക് നേരത്തെ ആലോചിക്കാൻ കഴിയേണ്ടതായിരുന്നില്ലേ? നമ്മുടെ സൗദി അറേബ്യൻ ഗവൺമെന്റുകളിലും ഗ്രോസറി ഷോപ്പുകളിലും ഒക്കെ നിൽക്കുന്ന ആളുകളെ കിട്ടാത്ത സ്ഥിതി ഉണ്ടെങ്കിലും 10-ൽ താഴെയുള്ള കടകളിൽ പോലും ഒരാളെ വെക്കണമെന്നുള്ള സ്ഥിതി വരാണ്. ഇപ്പൊ ചില പത്രങ്ങളിൽ കൊടുത്ത കണക്ക് ശരിയല്ല, 25 ലക്ഷം ഫേമുകളുണ്ട്. തൊഴിലാളികൾ നേരിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും നിയമങ്ങളിലൊക്കെ അയവ് വരുത്തി പ്രവാസികളോട് നീതി കാണിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കുറെ കൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും 1,35,000 കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിലേക്ക് വരുന്നതെന്നാണ് ഒരു ഏകദേശ ഒരു കണക്കുള്ളത്. നമ്മുടെ ഗവൺമെന്റ് പലപ്പോഴും 55,000, 65,000 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന 1,35,000 എന്നാണ് ഇപ്പോൾ അടുത്ത കാലത്ത് റിസർവ് ബാങ്ക് ഒക്കെ പുറത്തിറക്കിയുള്ള കണക്കുകൾ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ സംരക്ഷിക്കേണ്ടത് കുറച്ചുകൂടി കാര്യമായിട്ട് നമ്മൾ എടുക്കണം. ഇതേ രീതിയിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമില്ല. നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ഇപ്പൊ ദുബായിൽ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പേ വലിയ സാമ്പത്തികമായിട്ടുള്ള റിസഷൻ വന്നപ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെട്ടു. ധാരാളം ആൾക്കാർ മടങ്ങി വരും. കുറെ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ അതിനുവേണ്ടി ഒരുങ്ങി. നമ്മൾ 100 കോടി രൂപ KFC-യിൽ നിന്നും അവർക്ക് വരുന്ന ആൾക്കാർക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കടം കൊടുക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പ് നടത്തി. പക്ഷെ ആരും വന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ ചുരുക്കം ആൾക്കാരാണ് വന്ന്. ബഹുമാനപ്പെട്ട KC ജോസഫ് ഇവിടെ പറഞ്ഞു, ഇപ്പൊ ഈ ആംനസ്റ്റിയിൽ 500 ചില്ലാനും ആൾക്കാർ മാത്രമാണ്. നമ്മുടെ ആ മീഡിയ അതുപോലെ തന്നെ എല്ലാവരും വളരെ വലിയ കാര്യമായിട്ട് എന്താ പറഞ്ഞത്, കുറേയധികം ആയിരക്കണക്കിന് നമ്മളെ പ്രവാസികൾ ഗൾഫ് നാടുകളിൽ നിന്നും വരുന്നായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മുടെ പ്രവാസികൾ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കാൻ കഴിവുള്ളവരാണ് പ്രവാസികൾ. സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് ധാരാളം പ്രശ്നം. ഇപ്പൊ ഈ ചെറുകിട സംരംഭ മേഖലയിലാണ് ഇതിന്റെ
വലിയ പ്രത്യാഘാതം കേരളം അനുഭവിക്കാൻ പോകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ പ്രായോഗികമായ നടപടികളിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ചില അയവുകൾ വരുത്താൻ സൗദി ഭരണകൂടവും പ്രേരിപ്പിക്കപ്പെടുമോ? ഒരു ഉദാഹരണത്തിന് നിർമ്മാണ മേഖല. അവിടെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യാൻ തദ്ദേശീയരെ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സൗദി ഭരണകൂടം ആലോചിക്കുന്നതായി അറിയാൻ കഴിയുന്നത് നിർമ്മാണത്തിന് കോൺട്രാക്ട് കൊടുക്കുന്ന ആളിന്റെ കീഴിൽ വിദേശികൾ വന്ന് ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ അവിടെ ജോലി ചെയ്യട്ടെ, പിന്നെ പോകട്ടെ എന്നാണ്. ഇതൊക്കെ ഈ നിയമത്തിൽ അയവ് വരുത്തുന്നതിന്റെ ആദ്യ സൂചനകളായി കാണാമോ? അത് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ? അതിന്റെ ആൻസർ പറയുന്നതിന്റെ മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പ്രവാസികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അവര് ഒരു ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ പോലെ 55,000 കോടിയല്ല, 1 ലക്ഷത്തിലധികം വരുന്ന കോടി രൂപയാണ് നമ്മൾ കേരളത്തിലേക്ക് ഒരു വർഷം അയച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് നമ്മുടെ ഫൈനാൻസിന്റെ ബാക്ക് ബോൺ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേയധികം കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു വരുന്നതേ ഉള്ളൂ. അവർ വേണ്ട രീതിയിൽ അവരെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ, ഇപ്പൊ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ അധികം ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് കിട്ടുന്ന ആ ശമ്പളത്തെക്കാളും കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ ഇപ്പൊ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇതുവരെ ഇവർ 2-3 വർഷം മുമ്പ് വരെ ബംഗ്ലാദേശിൽ നിന്നുള്ള ബംഗാളികൾക്ക് വിസ അവിടെ നിരോധിച്ചിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വിസ കൊടുക്കാൻ തുടങ്ങിയോടുകൂടി 600-500 റിയാൽ ശമ്പളത്തിന്, മാസ ശമ്പളത്തിന് അവിടുന്ന് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ മലയാളികൾക്ക് ചുരുങ്ങിയത് 1,500-2,000 റിയാൽ ശമ്പളം വേണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും കുറെ അധികം ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഒരു സംശയവുമില്ല, അത് വളരെ വലിയൊരു അലാമിംഗ് ഇത് തന്നെയാണ്. പക്ഷെ നമ്മളെ പേടിച്ച് ഇന്ന് തന്നെ ഇപ്പൊ എല്ലാവരും മടങ്ങി വരുന്നുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് അതിൽ അയവ് വരുത്തും തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. കാരണം ഇത്രയും മുൻകാലങ്ങളിലൊക്കെ വളരെ വലിയ നിയമങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ വലിയ കാര്യമായിട്ടൊന്നും പിന്നെ ബാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പേ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ദുബായിലുള്ള ഈ നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് കുറെ അധികം സ്ഥാപനങ്ങൾ അവിടെ അടച്ചുപൂട്ടി. ധാരാളം മലയാളികൾ, ലക്ഷക്കണക്കിന് മലയാളികൾ ഇങ്ങോട്ട് മടങ്ങി വരുന്ന എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തു. നമ്മൾ വളരെ വലിയ താല്പര്യം, വലിയ ഇതോടുകൂടി ഇതോടുകൂടിയാണ് നമ്മളതിനെ കാത്തുനിന്ന് 100 കോടി രൂപ KFCയിൽ നിന്നും അവർക്ക് നമ്മൾ ലോൺ കൊടുക്കാൻ വേണ്ടിയുള്ള സംഖ്യ വരെ നമ്മൾ കണ്ടുവച്ചിരുന്നു. പക്ഷേ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് മടങ്ങി വന്നത്. ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിലും ഒമാനിൽ, കുവൈറ്റിൽ ഇതിവിടെയൊക്കെ ഈ പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാന്യകാലത്ത് UAE-യിൽ നിന്ന് പോലും സൗദിയിലേക്ക് ചേക്കേറിയ ആൾക്കാരാണ് പലരും പിടിച്ചു നിന്നതും പ്രതിസന്ധി ഒഴിവാക്കിയതും. വരും ദിവസങ്ങളിൽ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രവാസി മലയാളികൾ മിടുക്കരാണ്, അവരവരുടെ പ്രതിസന്ധി തീർത്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആശ്വസിച്ചിരിക്കാൻ നമുക്ക് കഴിയുമോ? അതല്ല, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണു തുറക്കട്ടെ. മന്ത്രിയാണ്, ഔദ്യോഗിക തലത്തിലെങ്കിലും താങ്കൾ മനസ്സുകൊണ്ടൊരു പ്രവാസിയാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ആത്മാർത്ഥമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. അല്ല, സ്വാഭാവികമായിട്ട് ഈ അടുത്ത ആഴ്ച തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഈ മറ്റുള്ള മന്ത്രിമാർ ഇതിനെപ്പറ്റി ചർച്ച നടത്തി, ക്യാബിനറ്റിൽ തന്നെ ഇതിനെപ്പറ്റി ചർച്ച നടത്താൻ ആവശ്യപ്പെടും. ഇതൊരു വളരെ വലിയ പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കാൻ പ്രവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. വളരെയധികം നന്ദി ശ്രീ മഞ്ഞളാംകുഴി അലി, വയലാർ രവി, KC ജോസഫ്, അൻവർ സാദത്ത്, P രാജീവ് ചർച്ചയിൽ. പക്ഷേ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഇപ്പൊ വന്നിട്ടില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പിന്നെ പ്രധാനമന്ത്രിക്ക്, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാര്, ബഹുമാനപ്പെട്ട വയലാർ രവി, അതുപോലെ തന്നെ CE അഹമ്മദ്, ഇവരെല്ലാവരും കൂടി സൗദി അധികാരികളുമായി സംസാരിച്ച് നമുക്ക് കഴിവിന്റെ പരമാവധി വെച്ച് അതിൽ നിന്ന് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്റെ പ്രതീക്ഷ. ഞാൻ തിരിച്ചു വരാം. ശ്രീ വയലാർ രവി, 3 മാസം മുമ്പ് തന്നെ അപ്പൊ അവർക്കൊക്കെയാണ് ഇപ്പൊ ഈ പ്രശ്നമുള്ളത്. സ്വാഭാവികമായിട്ടും അത് വളരെ വലിയൊരു ഇത് തന്നെയാണ്. പക്ഷേ കേരള സർക്കാർ ഒരു സംശയവുമില്ല, മടങ്ങി വരുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ വളരെ താല്പര്യം എടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ അവിടെ വീക്ഷിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു.